നമസ്കാരം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് ജനുവരി 3-നാണ് ആരംഭിക്കുന്നത്. പ്രശസ്തമായ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഈ പോരാട്ടം നടക്കാനിരിക്കുന്നത്. മെൽബണിലെ 4-ാം അംഗം ആവേശകരമായ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. ഓസ്ട്രേലിയയ്ക്ക് തന്നെയാണ് ഇപ്പോൾ മുൻതൂക്കമെങ്കിലും ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് രോഹിത് ശർമ്മയും സംഘവും. 4-ാം ടെസ്റ്റിന്റെ ഫലം ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കൂടാതെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്താൻ ഇന്ത്യക്ക് അവസാന ടെസ്റ്റിലും ജയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കിടിലൻ ടീമിനെ തന്നെ സിഡ്നിയിൽ ഇന്ത്യ ഇറക്കുകയും വേണം. സിഡ്നിയിൽ ജയിക്കാൻ ഇന്ത്യയുടെ ഏറ്റവും മികച്ച 11 ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ 3 ടെസ്റ്റുകളിലും KL രാഹുൽ, യശസ്വി ജയ്സ്വാൾ സഖ്യമാണ് ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാനിറങ്ങിയത്. പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ ഈ ജോഡി ഇന്ത്യൻ ജയത്തിൽ നിർണായക പങ്കും വഹിച്ചിട്ടുണ്ട്. 2-3 ടെസ്റ്റുകളിൽ നായകൻ രോഹിത് ശർമ്മ 6-ാം നമ്പറിലേക്കും മാറി. എന്നാൽ ഇവിടെ ഫ്ലോപ്പ് ആയതോടെ ഇപ്പോൾ മെൽബണിലെ 4-ാം അംഗത്തിൽ അദ്ദേഹം ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തിയിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ രോഹിത് നിരാശപ്പെടുത്തുകയും ചെയ്തു. സിഡ്നിയിലെ അവസാന ടെസ്റ്റിൽ രാഹുലിനെ ഓപ്പണിംഗിലേക്ക് ഇന്ത്യ തിരികെ കൊണ്ടുവരണം. കരിയറിലെ ഏറ്റവും മോശം ഫോമിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന രോഹിത്തിന് ഇന്ത്യക്ക് വിശ്രമവും നൽകാം. പകരം സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് ടീമിനെ നയിക്കേണ്ടത്. നേരത്തെ പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചതും അദ്ദേഹത്തിന് കീഴിലാണ്. മെൽബൺ ടെസ്റ്റിൽ പുറത്തിരുത്തിയ യുവതാരം ശുഭ്മാൻ ഗില്ലിനെ സിഡ്നിയിൽ ഇന്ത്യ തിരികെ കൊണ്ടുവരണം. തന്റെ സ്ഥിരം പൊസിഷനായ 3-ാം നമ്പറിൽ തന്നെയാണ് അദ്ദേഹം കളിക്കേണ്ടത്. 4-ാം നമ്പർ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടേതാണെങ്കിലും മോശം ഫോമിലുള്ള അദ്ദേഹത്തെ സിഡ്നിയിൽ ഇന്ത്യക്ക് പുറത്തിരുത്താം. ഒരു സെഞ്ചുറി മാറ്റി നിർത്തിയാൽ പരമ്പരയിൽ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കോഹ്ലിക്ക് ആയിട്ടില്ല. അദ്ദേഹത്തിന് പകരം 4-ാമനായി യുവതാരം നിതീഷ് റെഡ്ഡിയെ ഇന്ത്യ കളിപ്പിക്കണം. 8-ാം നമ്പറിലാണ് നിലവിൽ താരം ബാറ്റ് ചെയ്യുന്നത്. എന്നാൽ മെൽബണിലെ കന്നി സെഞ്ചുറിയോടെ താൻ മുൻനിരയിൽ കളിക്കേണ്ട താരമാണെന്ന് നിതീഷ് തെളിയിച്ചിരിക്കുകയാണ്. 4-ാമനായി മികച്ച പ്രകടനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും. 5-ാമനായി ഋഷഭ് പന്തിനെ തന്നെ നിലനിർത്തണം. ഈ പരമ്പരയിൽ ഇനിയും കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ലെങ്കിലും അദ്ദേഹം ടീമിൽ ആവശ്യമാണ്. തന്റേതായ ദിവസം മത്സരഗതി മാറ്റാൻ ഋഷഭിനാവും. പക്ഷേ വിക്കറ്റ് കീപ്പിംഗിൽ ചില പിഴവുകൾ ഈ പരമ്പരയിൽ അദ്ദേഹം വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ധ്രുവ് ജുറേലിന് അടുത്ത ടെസ്റ്റിൽ ഇന്ത്യക്ക് ഈ റോൾ നൽകാം. ഇന്ത്യൻ ലോവർ ഓർഡറിലേക്ക് വന്നാൽ 7-ാം നമ്പറിൽ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ തന്നെയാണ് കളിക്കേണ്ടത്. 8-ാമനായി മറ്റൊരു സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദരമാണ് വേണ്ടത്. മെൽബൺ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ മികച്ചൊരു 50യുമായി വാഷിംഗ്ടൺ തിളങ്ങിയിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബാറ്റിംഗിൽ നിർണായക സംഭാവനകൾ നൽകാൻ സാധിക്കുന്നയാളാണ് അദ്ദേഹം. പേസ് ബൗളിംഗിൽ ചുക്കാൻ പിടിക്കുക നായകൻ ജസ്പ്രീത് ബുംറ തന്നെയായിരിക്കും. പേസ് നിരയിൽ അദ്ദേഹത്തിനൊപ്പം മുഹമ്മദ് സിറാജും ആകാശ് ദീപും ഉണ്ടാകും. യശസ്വി ജയ്സ്വാള്, KL രാഹുൽ, ശുഭ്മാൻ ഗില്ല്, നിതീഷ് റെഡ്ഡി, ഋഷഭ് പന്ത്, ധ്രുവ് ജുറേൽ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ആകാശ് ദീപ് എന്നിവരാണ് പ്ലേയിങ് 11.